ഹായ്, നമുക്കിന്ന് ന്യൂക്ലിയർ കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പരിചയപ്പെടാം. ചോദ്യം ഇതാണ്: സൂര്യനിൽ ഊർജോൽപാദനം നടക്കുന്ന പ്രതിഭാസമാണ് ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ, റേഡിയോ ആക്ടിവിറ്റി, അയോണീകരണം. ഓക്കെ, അപ്പൊ നമുക്ക് ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് സ്ഥിരമായിട്ട് മിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിലും ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പൊ ജസ്റ്റ് ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ് എന്താണ് എന്നറിഞ്ഞ് ഈ രണ്ട് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന എക്സാമ്പിൾസും കൂടെ അറിഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നോക്കിക്കേ, എന്താണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്? ദ സ്പ്ലിറ്റിംഗ് ഓഫ് എ ഹെവി ന്യൂക്ലിയസ് ഇൻടു 2 or more സ്മോളർ ന്യൂക്ലിയ. ഒരു ഹെവി ന്യൂക്ലിയെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടോ അതിലധികമോ സ്മോളർ ന്യൂക്ലിയ ആയി മാറുന്ന പ്രതിഭാസമാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. അൺകൺട്രോൾഡ് ഫിഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ് ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം. അതുപോലെ കൺട്രോൾഡ് ഫിഷൻ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ് ന്യൂക്ലിയർ പവർ റിയാക്ടറിന്റെ പ്രവർത്തന തത്വം. ഓക്കെ, അപ്പൊ ആറ്റം ബോംബും ന്യൂക്ലിയർ പവർ റിയാക്ടറും ന്യൂക്ലിയർ ഫിഷനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ ദ ഫോർമേഷൻ ഓഫ് എ ഹെവിയർ ന്യൂക്ലിയ ഫ്രം ലൈറ്റർ ന്യൂക്ലിയ, ഇറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. എന്താണ്? ചെറിയ ന്യൂക്ലിയെ കമ്പൈൻ ചെയ്തിട്ട് ഹെവിയർ ന്യൂക്ലിയെ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഹൈഡ്രജൻ ബോംബിന്റെ വർക്കിങ്ങും അതുപോലെ സൂര്യനും മറ്റു നക്ഷത്രങ്ങളിലും നടക്കുന്ന റിയാക്ഷൻസും ഈ ന്യൂക്ലിയർ ഫ്യൂഷന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ ഫിഷന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ന്യൂക്ലിയർ പവർ റിയാക്ടേഴ്സ് ഉണ്ട്, ആറ്റം ബോംബ് ഉണ്ട്. അതുപോലെ ന്യൂക്ലിയർ ഫ്യൂഷന്റെ എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ ബോംബും സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും നടക്കുന്ന റിയാക്ഷൻസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാവുമ്പോൾ ഇവിടെ എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി, ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, താങ്ക് യു.